നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ മിനി സിവിൽ സ്റ്റേഷന് ശാപമോക്ഷമാകുന്നു. ഓഫീസുകൾ പ്രവർത്തനം ആരംഭിച്ചു. പയ്യന്നൂർ ഉപജില്ലാ കലോത്സവം രണ്ടാം ദിനം നൃത്ത മത്സരങ്ങൾ അരങ്ങുതകർത്തു. ഉദ്ഘാടനം കരിവെള്ളൂർ മുരളി നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് ഇനി സ്വസ്ഥമായി യാത്ര ചെയ്യാം. പരിയാരം അലക്യം സ്റ്റോപ്പിൽ നിന്ന് വിദ്യാർത്ഥികളെ കയറ്റാത്ത സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കാൻ ബാലാവകാശ കമ്മീഷൻ ഉത്തരവായി. വ്യാഴാഴ്ച ശമ്പള ദിനം. ആശങ്കയോടെ ബാങ്ക് ജീവനക്കാർ. ശമ്പള വിതരണത്തിനായി കൂടുതൽ തുക അനുവദിക്കാൻ ബാങ്കുകൾ റിസർവ് ബാങ്കിനോട് ആവശ്യപ്പെട്ടു. രാമപുരം പാലം കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയായി. KSTP പദ്ധതിയുടെ ഭാഗമായി 4 കോടി രൂപ ചെലവിലാണ് പാലം നിർമ്മിക്കുന്നത്. വാർത്തകൾ വിശദമായി. ഒടുവിൽ സിവിൽ സ്റ്റേഷനും ശാപമോക്ഷമാകുന്നു. പയ്യന്നൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന 11 സർക്കാർ ഓഫീസുകൾ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റി. ഇതിൽ പയ്യന്നൂർ ക്ഷീരവികസന ഓഫീസ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങി. ട്രഷറി ഓഫീസിന് സമീപം ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസാണ് സിവിൽ സ്റ്റേഷനിൽ ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പയ്യന്നൂർ മിനി സിവിൽ സ്റ്റേഷൻ ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷമായിട്ടും പ്രവർത്തനം ആരംഭിക്കാത്തത് ഏറെ വിവാദമായിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 2-ന് അന്നത്തെ റവന്യൂ മന്ത്രി അടൂർ പ്രകാശാണ് പയ്യന്നൂർ പഴയ പോലീസ് സ്റ്റേഷന് സമീപത്തെ സർക്കാർ സ്ഥലത്ത് 3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച 3 നില കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. പയ്യന്നൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകൾ ഉടൻ തന്നെ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഉദ്ഘാടന വേളയിൽ മന്ത്രി ഉറപ്പു നൽകിയിരുന്നു. നിർദ്ദിഷ്ട താലൂക്ക് യാഥാർത്ഥ്യമാകുമ്പോൾ താൽക്കാലിക ഓഫീസായി പ്രവർത്തിക്കാനുള്ള സൗകര്യം കൂടി കണക്കിലെടുത്താണ് 11 ഓഫീസുകൾ തൽക്കാലം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നത്. എക്സൈസ് റേഞ്ച് ഓഫീസ്, ഫുഡ് സേഫ്റ്റി ഓഫീസ്, ലേബർ ഓഫീസ്, ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസ്, ശിശുവികസന ഓഫീസ് എന്നിവക്കായി മുറികൾ തരംതിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓഫീസുകൾ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റുന്നതോടെ സർക്കാരിന് വാടക ഇനത്തിൽ മാസം തോറും ലക്ഷക്കണക്കിന് രൂപയാണ് ലാഭിക്കാനാകുന്നത്. ഓഫീസ് അന്തരീക്ഷത്തിലേക്ക് മാറിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിനു മുന്നിലത്തെ ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല. ഇവിടെ വളരെ നല്ലതാണ്. കർഷകർക്ക് വരാനും ഇരിക്കാനും എല്ലാം വളരെ സ്പേസ് ഒക്കെ ഉണ്ട്. വളരെ സന്തോഷം. വിശാലമായ 3 നില കെട്ടിടത്തിൽ ലിഫ്റ്റ് സൗകര്യമില്ലാത്തത് പൊതുജനങ്ങളെയും ജീവനക്കാരെയും ബുദ്ധിമുട്ടിലാക്കും. ലിഫ്റ്റ് സൗകര്യത്തിനായി കെട്ടിടത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഏഴിമല നാവിക അക്കാദമി സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ജനങ്ങൾക്ക് ആശങ്ക വേണ്ടെന്ന് പയ്യന്നൂർ MLA C. കൃഷ്ണൻ. സ്ഥലം ഏറ്റെടുക്കുമെന്ന പ്രചരണം അടിസ്ഥാനരഹിതമെന്നാണ് MLA പറയുന്നത്. ഏഴിമല നാവിക അക്കാദമിക്കായി രാമന്തളി വില്ലേജിൽ നിന്ന് പുതിയതായി സ്ഥലം ഏറ്റെടുക്കുമെന്നുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നാണ് C. കൃഷ്ണൻ MLA അറിയിക്കുന്നത്. നിയമസഭയിൽ MLAയുടെ ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി രേഖാമൂലം ഈ വിവരം അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം MLAയും രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് MV ഗോവിന്ദനും അക്കാദമി കമാൻഡന്റ് കമലേഷ് കുമാറുമായി നടത്തിയ ചർച്ചയിൽ രാമന്തളി പഞ്ചായത്തിൽ നിന്ന് പുതിയതായി ഭൂമി ഏറ്റെടുക്കുകയില്ലെന്ന് ഉറപ്പു നൽകിയിരുന്നു. വീണ്ടും ഇവിടെ നിന്ന് ഭൂമി ഏറ്റെടുക്കാൻ നീക്കം നടക്കുന്നതായുള്ള വാർത്തകളിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടെന്നും MLA അറിയിച്ചു. ശമ്പള ദിനം ആരംഭിക്കുന്ന വ്യാഴാഴ്ച മുതൽ പണമിടപാടുകൾ എങ്ങനെ നടത്തുമെന്ന അങ്കലാപ്പിലാണ് ബാങ്ക് അധികൃതർ. നോട്ടു നിരോധനത്തെ തുടർന്ന് മിക്ക ATMകളും കാലിയാണ്. ശമ്പള വിതരണത്തിന് കൂടുതൽ പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്കുകളെല്ലാം റിസർവ് ബാങ്കിന് റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. 500,000 രൂപ റദ്ദാക്കിയതിനെ തുടർന്നുള്ള ആദ്യ ശമ്പള ദിനം വ്യാഴാഴ്ച ആരംഭിക്കുകയാണ്. പണമിടപാടുകൾ എങ്ങനെ നടത്തണമെന്ന അങ്കലാപ്പിലാണ് മിക്ക ബാങ്ക് അധികൃതരും. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ തന്നെ ലക്ഷക്കണക്കിന് ജീവനക്കാരും പെൻഷൻകാരുമുണ്ട്. കഴിഞ്ഞയാഴ്ച ജീവനക്കാർക്ക് താൽക്കാലിക ആശ്വാസത്തിനായി കേന്ദ്ര സർക്കാർ 10,000 രൂപ മുൻകൂർ ശമ്പളം നൽകിയിരുന്നെങ്കിലും അതൊന്നും ബാങ്കുകളിലെ തിരക്കൊഴിവാക്കാൻ പര്യാപ്തമല്ല. ശമ്പളവും തുക ബാങ്കിൽ നിന്നും പിൻവലിക്കുന്നതുമായുള്ള തിരക്കും കൂടാനും സാധ്യതയുണ്ട്. കൗണ്ടറുകളുടെ എണ്ണവും കൂട്ടാനുള്ള നീക്കവും ബാങ്ക് അധികൃതർ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി കലോത്സവ വാർത്തകൾ. പയ്യന്നൂർ ഉപജില്ലാ കലോത്സവത്തിന് പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. കരിവെള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. നൃത്തവേദികളും രണ്ടാം ദിനത്തിൽ സജീവമായി. പയ്യന്നൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം സ്റ്റേജിന മത്സരങ്ങൾ അരങ്ങു തകർക്കുന്നു. പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 ദിവസമായി നടന്നുവരുന്ന കലാമാമാങ്കത്തിൽ ഇതുവരെ നടന്ന മത്സര ഇനങ്ങളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 51 പോയിന്റ് നേടി ഷേണായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ SABTM തായ്നേരിയും
UP വിഭാഗത്തിൽ 28 പോയിന്റോടെ SVUP മുത്തത്തിയും LP വിഭാഗത്തിൽ 18 പോയിന്റ് വീതം നേടി GLPS വെള്ളൂരും GLPS പയ്യന്നൂരും മുന്നിട്ട് നിൽക്കുന്നു. പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം പ്രശസ്ത നാടകകൃത്ത് കരിവള്ളൂർ മുരളി നിർവഹിച്ചു. പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് P. നളിനി അധ്യക്ഷത വഹിച്ചു. കലോത്സവം ഡിസംബർ 2 സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കലോത്സവ ഫലങ്ങൾ യഥാസമയം സ്കോർ ബോർഡിൽ രേഖപ്പെടുത്തിയത് ആതിഥേയരായ സ്കൂളിലെ 3 വിദ്യാർത്ഥികൾ. ഇവരുടെ പ്രവർത്തനം ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. മത്സരം ഏതായാലും അവസാനം എത്തിപ്പെടുന്നത് സ്കോർ ബോർഡിലാണ്. അത് നിയന്ത്രിക്കുന്നത് പെരിങ്ങോം ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 10ാം തരം വിദ്യാർത്ഥികളാണ്. അജ്മലിനെയും ആദർശിനെയും സഹദിനെയും കാണാതെ മത്സരത്തിനെത്തിയ ഒരാൾക്കും പോകാൻ കഴിയില്ല. കാരണം റിസൾട്ടും ഗ്രേഡും അറിയണമെങ്കിൽ സ്കോർ ബോർഡ് നോക്കിയേ പറ്റൂ. ഇത് എഴുതുന്നതും നിയന്ത്രിക്കുന്നതും ഈ 3 പേരാണ്. വളരെ കൃത്യനിഷ്ഠയോടെയും ശ്രദ്ധയോടും കൂടി ഇവർ ബോർഡ് കൈകാര്യം ചെയ്യുന്നത് കണ്ടാൽ ആരും അന്തം വിട്ടുപോകും. ശരിക്കും ഇത്രയും പക്വതയോടെ ഇവർ പെരുമാറുന്നത് ഇവരുടെ തലമുറയ്ക്ക് തന്നെ മാതൃകയാണ്. വിജയികളെ കാത്ത് ട്രോഫികൾ തയ്യാറായി. സാധാരണ നിലയിൽ കലോത്സവം സമാപനത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ട്രോഫികൾ സജ്ജീകരിക്കുകയെങ്കിലും സംഘാടനത്തിലെ മികവുമായി ആദ്യ ദിനങ്ങളിൽ തന്നെ സംഘാടകർ ട്രോഫി ഡിസ്പ്ലേ ഒരുക്കി. കലോത്സവങ്ങളുടെ ആരവങ്ങൾക്കിടയിലും കാണികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് കലോത്സവ വേദിക്കരികിലായി ഒരുക്കിയ ട്രോഫികളുടെ സജ്ജീകരണത്തിലൂടെ. രൂപത്തിലും വലിപ്പത്തിലും വ്യത്യസ്തമായ ട്രോഫികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കലോത്സവത്തിന്റെ ആരവങ്ങൾക്കിടയിലും വിജയികളാകുന്നവരെ കാത്ത് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പെരിങ്ങോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇടം പിടിച്ചിരുന്നു 350ഓളം ട്രോഫികൾ. സ്കൂൾ അങ്കണത്തിൽ പ്രത്യേക സജ്ജമാക്കിയ ക്ലാസ് മുറിയിലാണ് 200ഓളം വ്യക്തിഗത ട്രോഫികളും 150ഓളം ഓവറോൾ ട്രോഫികളും ഒരുക്കിയിരിക്കുന്നത്. വലിപ്പത്തിലും രൂപഭംഗിയിലും ഓരോന്നും വ്യത്യസ്തമാണ്. കലോത്സവ നഗരിയിലെത്തുന്നവർക്ക് ട്രോഫികൾ കാണാതെ തിരിച്ചു പോകാൻ കഴിയില്ല. പ്രധാന വേദിക്കരികിലെ തെക്കുഭാഗത്തെ ക്ലാസ് മുറിയിലാണ് ട്രോഫികൾ സജ്ജമാക്കിയിരിക്കുന്നത്. ട്രോഫികൾ ഒരുക്കുന്നതിനായി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പ്രത്യേക ടീമുകളെ നിയോഗിച്ചിരുന്നു. സ്കൂൾ അധ്യാപകരുടെ നിർദ്ദേശാനുസരണം ഒരുക്കിയ ട്രോഫികളും ഇതിലുണ്ട്. ട്രോഫികളിൽ മിക്കതും നാട്ടുകാരിൽ ചിലരുടെ സംഭാവനയാണ്. ഇത് ഒരു പരിധിവരെ കലോത്സവത്തിന്റെ ചിലവ് കുറച്ചു. എന്തുതന്നെയായാലും നാട്ടുകാരുടെ മികച്ച സഹകരണം കലോത്സവത്തിൽ വിജയികളാകുന്നവർക്കുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരത്തിലും അടയാളപ്പെടുത്താൻ പറ്റി എന്ന് വേണം പറയാൻ. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലാമാമാങ്കത്തിൽ വിജയികളാകുന്നവരെ കാത്തുകിടക്കുകയാണ് ഇവ ഓരോന്നും. കാത്തിരുന്നു കാണാം ഇവ ആരൊക്കെ സ്വന്തമാക്കുമെന്ന്. 200ഓളം വ്യക്തിഗത ട്രോഫികളും 150ഓളം ഓവറോൾ ട്രോഫികളുമാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ മത്സരത്തിൽ ആര് വിജയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. കലോത്സവ നഗരിയിലെ ഭക്ഷണശാലയിൽ ആതിഥ്യമര്യാദയിൽ മാതൃകയായി വനിതാ കൂട്ടായ്മയുടെ പ്രവർത്തനം. വരുന്നവരുടെ ഭക്ഷണപാത്രം ചിട്ടയായി കഴുകി ഭക്ഷണശാലയിൽ എത്തിച്ചാണ് ഇവർ മാതൃകയായത്. പയ്യന്നൂർ ഉപജില്ലാ കലോത്സവ നഗരിയിലെത്തിയാൽ ഭക്ഷണം സുഭിക്ഷം. ആതിഥേയരായ പെരിങ്ങോം സ്കൂളിലെ കുട്ടികൾക്കടക്കം ഉച്ചഭക്ഷണം വിഭവസമൃദ്ധമായി നൽകുന്നു എന്നതു മാത്രമല്ല പ്രത്യേകത. ഉച്ചഭക്ഷണം കഴിച്ച് പാത്രവുമായി പുറത്തേക്കിറങ്ങുന്നവരെ സ്വീകരിക്കുന്ന രീതിയിലുമുണ്ട് പ്രത്യേകത. അതും ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള നിർവൃതിയേക്കാൾ ഉപരിയാണ് കൈ കഴുകാൻ പോകുമ്പോഴുള്ളത്. കഴിച്ച പാത്രവും ഗ്ലാസും വാങ്ങാൻ ഒരു പറ്റം സ്ത്രീകൾ. അതിലൊരു വിഭാഗം പാത്രവും മറ്റൊരു വിഭാഗം ഗ്ലാസും വാങ്ങി കൈമാറി നിമിഷങ്ങൾക്കുള്ളിൽ കഴുകി വൃത്തിയാക്കി ഊട്ടുപുരയിൽ തിരിച്ചെത്തിക്കുകയാണ്. ഇതിനെല്ലാം തയ്യാറായി നല്ലൊരു വനിതാ കൂട്ടായ്മ തന്നെ ഇവിടെ കാണാൻ കഴിയും. 100 കൂട്ടം കുടുംബ പ്രാരാബ്ദങ്ങൾക്കിടയിലും നാടിന്റെ നാനാഭാഗത്തു നിന്നും എത്തുന്നവരെ വയറു നിറച്ചൂട്ടി പൂർണ്ണ തൃപ്തിയോടെ പറഞ്ഞയക്കുന്ന ഇവരെ അഭിനന്ദിക്കുക മാത്രമല്ല നമിക്കുകയും വേണം. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.
മറ്റു വാർത്തകളിലേക്ക്. ബാലാവകാശ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് പരിയാരം അലക്യംപാലം സ്റ്റോപ്പിൽ വിദ്യാർത്ഥികൾക്കായി പ്രൈവറ്റ് ബസ്സുകൾ നിർത്താൻ ഉത്തരവായി. ഉർസുലിൻ സ്കൂൾ വിദ്യാർത്ഥികൾ കമ്മീഷന് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. അലക്യംപാലം, അതായത് ഉർസുലൈൻ സ്കൂളിന്റെ മുൻവശത്തുള്ള സ്റ്റോപ്പിൽ, പരിയാരം ആയുർവേദ കോളേജ് സ്റ്റോപ്പിൽ കുട്ടികളെ കയറ്റാത്ത ബസ് ജീവനക്കാർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കാനാണ് ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ്. ചെറുതാഴം പഞ്ചായത്തിലെ അലക്യംപാലം സ്റ്റോപ്പിനടുത്തുള്ള ഉർസുലിൻ സീനിയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്നതിനും വരുന്നതിനും പരിയാരം ആയുർവേദ കോളേജിനടുത്തുള്ള സ്റ്റോപ്പിൽ നിന്നുമാണ് ബസ്സുകളെ ആശ്രയിക്കുന്നത്. എന്നാൽ സ്വകാര്യ ബസ്സുകൾ അവരോട് മനുഷ്യത്വരഹിതമായാണ് പെരുമാറുന്നതെന്നും ബസ്സുകൾ സ്റ്റോപ്പിൽ യഥേഷ്ടം നിർത്തുന്നില്ലെന്നും കാണിച്ച് സ്കൂളിലെ PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബാലാവകാശ സംരക്ഷണ കമ്മീഷന് മുമ്പാകെ പരാതി സമർപ്പിച്ചത്. റിപ്പോർട്ട് പ്രകാരം പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചെറുതാഴം പഞ്ചായത്തിലെ അലക്യംപാലം ബസ് സ്റ്റോപ്പിൽ പ്രൈവറ്റ് ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളെ കയറ്റാതെ പോകുന്ന കാര്യത്തിൽ സബ് ഇൻസ്പെക്ടർ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും സ്ഥലത്ത് ഹോംഗാർഡിനെ ട്രാഫിക് ഡ്യൂട്ടിക്ക് നിയമിക്കണമെന്നും ഡ്യൂട്ടിയിലുള്ള ഹോംഗാർഡ് സ്ഥലത്ത് വെച്ച് വാഹന പരിശോധനയും മറ്റും നടത്തി ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്നും കുട്ടികളെ കയറ്റാത്ത ബസ്സുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ SIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇടയ്ക്കിടെ സ്ഥലം സന്ദർശിച്ച് വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും കുട്ടികളെ കയറ്റാത്ത ബസ് ജീവനക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും 2005 ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ 15-ാം വകുപ്പ് പ്രകാരം ഉത്തരവായി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കൊയോങ്കര മലയാള കലാവേദി സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ പ്രചരണാർത്ഥം തൃക്കരിപ്പൂരിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. ഡിസംബർ 1 മുതൽ 5 വരെയാണ് നാടകോത്സവം. കൊയോങ്കര മലയാള കലാവേദിയുടെ 20-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ബഹുജന പങ്കാളിത്തത്തോടെ സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. നാടകോത്സവത്തിന്റെ വരവറിയിച്ചാണ് ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നാടകനടൻ വിനോദ് കൂവാരത്ത് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. MV ഹരീഷ് നേതൃത്വം നൽകി. തൃക്കരിപ്പൂരിൽ നിന്നും ആരംഭിച്ച റാലി മലയാള കലാവേദി പരിസരത്ത് സമാപിച്ചു. ഡിസംബർ 1 മുതൽ 5 വരെയാണ് പ്രൊഫഷണൽ നാടകോത്സവം നടക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. രാമപുരം പാലം കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയായി. KSTP പദ്ധതിയുടെ ഭാഗമായി 4 കോടി രൂപ ചിലവിലാണ് പാലം നിർമ്മിക്കുന്നത്. മാർച്ച് 31-നകം പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. KSTP പാപ്പിനിശ്ശേരി പിലാത്തറ അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് രാമപുരത്ത് പുതിയ പാലം നിർമ്മിച്ചത്. നിലവിലുള്ള പാലത്തിന് ബലക്ഷയം സംഭവിച്ചതും പാലത്തിന്റെ വീതിക്കുറവുമാണ് പുതിയ പാലം നിർമ്മിക്കാൻ കാരണമായത്. 4 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാലത്തിന് 45 മീറ്റർ നീളമുണ്ട്. പാലത്തിനോട് ചേർന്ന് ഫുട്പാത്ത് നിർമ്മിക്കുന്നുണ്ട്. മാർച്ച് 31-നകം പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. KSTP പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ രാമപുരത്ത് പാലം അനുവദിച്ചിരുന്നില്ല. സ്ഥലം MLA TV രാജേഷിന്റെ ഇടപെടലാണ് പുതിയ പാലം നിർമ്മാണത്തിന് വഴിയൊരുക്കിയത്. ഇപ്പം നടക്കുന്നത് ഗംഭീരമായിട്ട് കഴിഞ്ഞു എന്ന് ഏകദേശം തോന്നുന്നു. നമ്മുടെ പാലം പണിക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട MLA TV രാജേഷ് MLAക്ക് നല്ലൊരു എന്താ പറയുക നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് പാലം പെട്ടെന്ന് ആക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പാലം ഗതാഗത യോഗ്യമാകുന്നതോടെ പ്രദേശത്തുകാരുടെ ഏറെക്കാലത്തെ സ്വപ്നമാണ് പൂവണിയുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പിലിക്കോട് കേരള കാർഷിക സർവകലാശാല കേരഗവേഷണ കേന്ദ്രം ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി TS തിരുമുമ്പ് സ്മൃതി സദസ്സും കവിസായാഹ്നവും നടന്നു. മുൻ MLA K കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ആ മഹത്വത്തെക്കുറിച്ച്, അതിൻ്റെ പ്രസംഗത്തിൻ്റെ ഒഴുക്കിനെക്കുറിച്ച്, അതിൻ്റെ പ്രാഗൽഭ്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞറിയിക്കാൻ വേണ്ടി സാധ്യമല്ല. അത്രമാത്രം പ്രാഗൽഭ്യത്തോടു കൂടിയിട്ടാണ്. മഹാസംസ്കൃത പണ്ഡിതനായിരുന്നു. അതുപോലെ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ ചടങ്ങിൽ കാഞ്ചനമാല മുഖ്യാതിഥിയായിരുന്നു. വിപ്ലവ കവികൾക്ക് ആരും വലിയൊരു മഹാപട്ടം കൊടുക്കുന്ന കാലഘട്ടം ആയിരുന്നില്ലല്ലോ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടാവാം അദ്ദേഹം ഒരു മഹാകവിയാവാതിരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിപ്ലവ ആവേശത്തിൽ ഒരു കവിയായി അവസാനിക്കണമെന്ന ചിന്ത ഉണ്ടായിരുന്നിരിക്കുകയില്ല. RARS അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് നായിക് B അധ്യക്ഷത വഹിച്ചു.
പത്രപ്രവർത്തകർക്കുള്ള ഉപഹാര സമർപ്പണവും കാഞ്ചനമാല നിർവഹിച്ചു. വത്സൻ പെലിക്കോട് തിരുമുമ്പ് സ്മൃതി സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കവിസായാഹ്നത്തിന്റെ ഉദ്ഘാടനം CM വിനയചന്ദ്രൻ നിർവഹിച്ചു. ഡോക്ടർ M ബാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. CP ശുഭ, ജയൻ നീലേശ്വരം, ദാമോദരൻ കൊടക്കാട്, ആനന്ദകൃഷ്ണൻ, വിനോദാനന്ദട്ട, PC പ്രസന്ന ടീച്ചർ, സന്തോഷ് ഒഴിഞ്ഞവളപ്പ്, സുരേന്ദ്രൻ, ഷാജഹാൻ തൃക്കരിപ്പൂർ എന്നിവർ കവിയരങ്ങിൽ പങ്കെടുത്തു. S ഗോപകുമാർ, P രതീഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല ഹിന്ദി ശില്പശാല തുടങ്ങി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. സഹായകരമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യുന്നു. രാഷ്ട്രഭാഷ എന്ന നിലയിൽ ഹിന്ദി നമുക്ക് മലയാളത്തോടൊപ്പം തന്നെ നല്ലതുപോലെ സംസാരിക്കാൻ നമ്മുടെ വിദ്യാർത്ഥികളെയും പുതിയ തലമുറയും എല്ലാം പ്രാപ്തമാക്കുക എന്ന പ്രചരണ പദ്ധതി, അതിൻ്റെ ഭാഗമായിട്ടുള്ള ശില്പശാലയ്ക്ക് എല്ലാ ആശംസകളും ഭാവങ്ങളും നേടുകയാണ്. സ്റ്റേറ്റ് ഡയറക്ടർ തന്നെ ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കും. 2 പ്രധാനപ്പെട്ട അവതാരകർ ഇവിടെയുണ്ട്. ഡോക്ടർ സുരേന്ദ്രൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹിന്ദി വിഭാഗം മേധാവി ഡോക്ടർ R സുരേന്ദ്രൻ, M അരവിന്ദാക്ഷൻ തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. നെഹ്റു യുവകേന്ദ്ര ജില്ലാ കോർഡിനേറ്റർ K കുഞ്ഞഹമ്മദ്, M അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തളിപ്പറമ്പ് നോർത്ത് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം പരിയാരം KKNPM GVHSSൽ പുരോഗമിക്കുന്നു. കിരീട പോരാട്ടത്തിനായി വാശിയേറിയ പോരാട്ടം. തളിപ്പറമ്പ് നോർത്ത് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം KKNPM GVHSS പരിയാരത്ത് പുരോഗമിക്കുന്നു. 7 പഞ്ചായത്തുകളിൽ നിന്നുള്ള സ്കൂളുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. മുക്കത്തെ മണ്ണിൽ പിറന്ന പെണ്ണ്, കൊട്ടാത്ത് വീട്ടിൽ വളർന്ന പെണ്ണ്, പത്തരമാറ്റുള്ള കാഞ്ചി ജീവിത പ്രണയിനി കാഞ്ചനമാല. പരിപാടികൾ കണ്ടാസ്വദിക്കുന്നതിനായി നിരവധി ആളുകളാണ് സ്കൂളിലെത്തുന്നത്. വല്യമ്പ്ര പൊട്ടാട്ടെ മഞ്ചുള്ള മൊയ്തീന്റെ കരുത്തുള്ള കൽവിലെ നാദമായി മാറി നായർ തറവാടിൻ പെണ്ണു ഞാൻ. മാർഗംകളി, പരിചമുട്ടുകളി, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം തുടങ്ങിയവയാണ് ചൊവ്വാഴ്ച വേദിയിൽ അരങ്ങേറിയ പ്രധാന ഇനങ്ങൾ. കലോത്സവം ഡിസംബർ 1 സമാപിക്കും. എരമംകുറ്റൂർ പഞ്ചായത്തിൽ കൃഷി ഓഫീസറുടെ സേവനമില്ലാതായിട്ട് 3 മാസം. കൃഷി ഓഫീസറുടെ അസാന്നിധ്യം മൂലം പല പുതിയ പദ്ധതികളും നടപ്പാക്കാൻ സാധിക്കാത്തതിനാൽ കർഷകരും കൃഷി ഓഫീസ് ജീവനക്കാരും ഒരുപോലെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ആഗസ്റ്റ് 6-ാം തീയതിയാണ് കൃഷി ഓഫീസർ സ്ഥലം മാറിപ്പോയത്. എന്നാൽ നാളിതുവരെയായും പുതിയ ഓഫീസർ ചാർജ് എടുത്തിട്ടില്ല. ഇത് തെല്ലൊന്നുമല്ല ഓഫീസിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നത്. താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ ചെറുപുഴയിലെ കൃഷി ഓഫീസർക്ക് ചാർജ് നൽകിയിട്ടുണ്ടെങ്കിലും പ്രശ്നത്തിന് ഇതൊന്നും ഒരു പരിഹാരമേ അല്ല. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ മാത്രമാണ് ഓഫീസറുടെ സേവനം ഇവിടെ ലഭ്യമാകുന്നത്. സർക്കാരിൻ്റെ പുതിയ പദ്ധതികൾ വരുമ്പോൾ അവയൊന്നും നടപ്പാക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളതെന്നും ജീവനക്കാർ പറയുന്നു. ഇതിനൊക്കെ പുറമെ ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല എന്ന പരാതിയും ഇവർക്കുണ്ട്. 5 പേർ വേണ്ടിടത്ത് 1 അസിസ്റ്റന്റ് കൃഷി ഓഫീസറും 2 കൃഷി അസിസ്റ്റന്റുമാരുമടക്കം 3 പേർ മാത്രമാണ് ഇപ്പോൾ ഓഫീസിൽ ജോലി ചെയ്തു വരുന്നത്. കൃഷിഭവനിൽ നിന്നുള്ള വിവിധ ആനുകൂല്യങ്ങൾക്ക് കർഷകർ നൽകിയ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നതിന് പുറമെ അത്യാവശ്യ പരാതിയുമായി കർഷകരെത്തുമ്പോൾ അത് നിവർത്തിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഓഫീസിലുള്ളതെന്ന് കർഷകർക്കൊപ്പം തന്നെ ജീവനക്കാരും പരാതിപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഭൂമിക്കും ഭക്ഷണത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഒരു ജനതയുടെ ജീവൻ മരണ പോരാട്ടമായിരുന്നു കരിവെള്ളൂർ സമരം. ജന്മിത്ത ചൂഷണത്തിന്റെ പെരുംനുഖങ്ങൾ പേറി വയൽച്ചെളിയിൽ ഞെരിഞ്ഞമർന്നു പോയ കർഷക ജീവിതത്തെ അവകാശബോധത്തിന്റെ അഗ്നി പകർന്നു നൽകിയ കരിവെള്ളൂർ സമരത്തിന് 70 വയസ്സ് തികയുകയാണ്. ആധുനിക കേരളത്തിന്റെ മുന്നേറ്റത്തിനും രൂപീകരണത്തിനും അടിത്തറയിട്ട ചരിത്രാനുഭവം കൂടിയുണ്ട് കരിവെള്ളൂരിൻ്റേത്. കൃഷിഭൂമി കൃഷിക്കാരനെന്ന മുദ്രാവാക്യമുയർത്തി കരിവെള്ളൂരിലെ കർഷക ജനത നടത്തിയ ഉജ്ജ്വല പോരാട്ടമാണ് ഐതിഹാസികമായ കരിവെള്ളൂർ സമരം. കർഷക ജീവിതത്തിന് അവകാശബോധത്തിന്റെ അഗ്നി പകർന്നു നൽകിയ സഖാക്കൾ AV കുഞ്ഞമ്പു,
കൃഷ്ണൻ മാസ്റ്റർ പി കുഞ്ഞിരാമൻ ചരിത്രത്തിലേക്ക് നടന്നു കയറുകയായിരുന്നു. ആധുനിക കേരളത്തിന്റെ രൂപീകരണത്തിന് അടിത്തറയിട്ട ചരിത്രാനുഭവങ്ങൾ ഇന്നും ആവേശമാണ് കരിവള്ളൂർ ജനതയ്ക്ക്. 1946 ഡിസംബർ 20 നെല്ല് കടത്തുന്നതിന് വേണ്ടി MSPയും ഗുണ്ടകളും കുണിയൻ കളപ്പുരയിലെത്തിയ വാർത്ത കാട്ടുതീ പോലെയാണ് പടർന്നത്. കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി ജനങ്ങൾ പുഴക്കരയിലേക്ക് കുതിച്ചു. AV കൃഷ്ണൻ മാസ്റ്റർ പി കുഞ്ഞിരാമൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജാതിയും സമരമുഖത്തേക്ക് അടുത്തു. 45 പേരടങ്ങിയ MSPക്കാരുടെ തോക്ക് വെടി ഉതിർത്തതോടെ തിഴിൽക്കണ്ണനും കീനേരി കുഞ്ഞമ്പുവും ധീര രക്തസാക്ഷികളായി. AVയും കൃഷ്ണൻ മാസ്റ്ററും പരിക്കേറ്റ് ചോരയിൽ കുളിച്ചു. മണ്ണിനും ഭക്ഷണത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയായിരുന്നു കരിവള്ളൂരിന്റെ പോരാട്ടം. സാമ്രാജ്യത്തിനെതിരായുള്ള പോരാട്ടമായിരുന്നു ആ സമരം നടത്തിയിരുന്നത്. ഒരുക്കും മനുഷ്യരെ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ട് കരിവള്ളൂർ പുളിയൻ പുഴക്കരയിൽ 2 ജൈവകൾ ഭേദിപ്പിക്കപ്പെടേണ്ടി വന്നു. ആ ഐതിഹാസികമായ സമരത്തിൻ്റെ 70ാം വാർഷികമാണ് ഈ കുറി വിപുലമായ നിലയിൽ ആചരിക്കപ്പെടുന്നത്. പ്രകൃതി വിഭവങ്ങളെയും ഭൂമിയെയും കൈയടക്കാനുള്ള വൻകിട ശക്തികളുടെ കിടമത്സരം നടക്കുന്ന കാലഘട്ടത്തിലാണ് ഐതിഹാസികമായ സമരത്തിന് 70 വയസ്സ് തികയുന്നത്. പോരാട്ടങ്ങൾ തുടരുമ്പോൾ കരിവള്ളൂർ സമരത്തിനും പ്രസക്തിയേറുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലകപ്പെട്ട് നട്ടം തിരിയുന്ന സാധാരണ കർഷകരുടെ മനസ്സിൽ പ്രതീക്ഷയുടെ പൂക്കുലിയുമായി കശുമാവുകൾ പൂത്തുതുടങ്ങി. പതിവ് തെറ്റിച്ച് ഇക്കുറി നേരത്തെ തണുപ്പ് കാലാവസ്ഥ തുടങ്ങിയതാണ് കശുമാവുകൾ നേരത്തെ പൂക്കുന്നതിന് കാരണമായത്. ഡിസംബർ മുതൽ ഏപ്രിൽ മെയ് മാസം വരെയാണ് കശുവണ്ടിയുടെ വിളവെടുപ്പ് കാലം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ചയെ തുടർന്ന് സാമ്പത്തികമായി നട്ടലൊരിഞ്ഞു കിടക്കുന്ന കർഷകരുടെ മനസ്സിൽ ഈ കശുവണ്ടിക്കാലം നൽകുന്നത് പ്രതീക്ഷയാണോ പ്രതിസന്ധിയാണോ എന്നറിയണമെങ്കിൽ സർക്കാർ തന്നെ കനിയേണ്ടി വരും. നേരത്തെ കശുവണ്ടിക്കുണ്ടായ ഉയർന്ന വില ക്രമേണ താഴ്ന്ന നിലവാരത്തിലെത്തുകയും ആ സമയങ്ങളിൽ റബ്ബറിന് ഉയർന്ന വില കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ കശുവണ്ടി മേഖലയിൽ നിന്ന് കർഷകർ പതിയെ പിൻവാങ്ങിയിരുന്നു. ജില്ലയിൽ 6000 ഹെക്ടറോളം കശുവണ്ടി തോട്ടങ്ങളുണ്ടായിരുന്നത് വില തകർച്ചയെ തുടർന്ന് ഇപ്പോൾ 1/3 മാത്രമായി ചുരുങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയിൽ തന്നെ മികച്ച കശുവണ്ടി കേരളത്തിലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നായിരുന്നു. കശുവണ്ടി കൃഷിയിൽ നിന്നും കർഷകർ പിൻവാങ്ങിയതോടെ റബ്ബർ കൃഷി വ്യാപകമാകുകയും ജീവിത നിലവാരം തന്നെ ഉയരുകയും ചെയ്തിരുന്നു. എന്നാൽ റബ്ബറിന്റെ വില തകർച്ച മൂലം ഒട്ടുമിക്ക കർഷകരും റബ്ബർ മരങ്ങൾ വെട്ടി കശുമാവ് കൃഷിയിലേക്കും പൈനാപ്പിൾ കൃഷിയിലേക്കും തിരിഞ്ഞിരുന്നു. കശുവണ്ടി സംഭരണത്തിന് പുറമെ കശുമാങ്ങ സംഭരിച്ച് സംസ്കരിക്കുകയും അനുബന്ധ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നതിനുള്ള ചർച്ചകൾ ഏറെ നടന്നെങ്കിലും എവിടെയും എത്തിയില്ല. ഇങ്ങനെ ലക്ഷക്കണക്കിന് ടൺ കശുമാങ്ങകളാണ് ഉപയോഗശൂന്യമായി തോട്ടങ്ങളിൽ തന്നെ നശിച്ചു പോകുന്നത്. 200 രൂപയെങ്കിലും കശുവണ്ടിക്ക് തറവില നിശ്ചയിച്ച് പൊതുമാർക്കറ്റിൽ വിപണി കണ്ടെത്തണമെന്നാണ് ഭൂരിപക്ഷം കർഷകരുടെയും ആഗ്രഹം. കശുവണ്ടി സംഭരണം ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ വിജയിക്കാൻ കഴിയുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. MECA സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ ഫോക്ക് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളും അക്കാദമി പ്രവർത്തകരും ചേർന്നാണ് പരിപാടികൾ അവതരിപ്പിച്ചത്. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും പരമകാരുണ്യവാൻ കരുണാനിധിയേ പറയും ദിവസത്തിൻ ഏകാധിപനേ സ്ഥിതിഭേദമില്ല ഗതിഭേദമില്ല ഭാരതഭൂമി പിറന്ന മക്കൾ दुश्मन के बच्चों को पढ़ाना है। राज
MECA സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി 6 മാസക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ കലാകാരന്മാരും സ്കൂൾ വിദ്യാർത്ഥികളും ചേർന്ന് കലാവിരുന്നൊരുക്കിയത്. പരിപാടി ഏറെ ശ്രദ്ധേയമായിരുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കണ്ണാടിക്കൂട്ടിലെ വർണ്ണ മത്സ്യങ്ങൾക്ക് പ്രിയമേറുന്നു. അനേകം രൂപങ്ങളിലും വർണ്ണങ്ങളിലുമുള്ള കണ്ണാടിക്കൂട്ടിലെ മത്സ്യങ്ങൾ മനുഷ്യന് ഏറെ ആനന്ദം പകരുന്നു. സമുദ്രാന്തർഭാഗത്തെ അന്തരീക്ഷം ഇന്ന് കണ്ണാടിച്ചിലുകൾക്കുള്ളിൽ ലഭ്യമാണ്. സമുദ്രാന്തർഭാഗത്തെ ചെടികളും ഈ കണ്ണാടിക്കൂടുകളിൽ പുനർജനിച്ചിരിക്കുന്നതായി കാണാം. നിരവധി വലിപ്പങ്ങളിലുള്ള അക്വേറിയങ്ങൾ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഏറെ പരിചരണവും ഇവയ്ക്ക് ആവശ്യമാണ്. അക്വേറിയങ്ങളിലുള്ള ചെറുതും വലുതുമായ വർണ്ണ മത്സ്യങ്ങൾ നമുക്ക് പ്രിയങ്കരമായി കഴിഞ്ഞു. ഇത്തരം മത്സ്യങ്ങളെ നോക്കി നിൽക്കുക എന്നതു തന്നെ ആനന്ദകരമാണ്. ടെട്രാ വിഭാഗത്തിലുള്ള മത്സ്യങ്ങളെയാണ് അക്വേറിയത്തിനുള്ളിൽ ഇടാറ്. നിരവധി ടെട്രാ വിഭാഗത്തിലുള്ള മത്സ്യങ്ങൾ ഇന്ന് വിപണിയിൽ ലഭിക്കും. ചെമ്മീനിന്റെ ചെറിയ ഇനം വരെ വിപണിയിൽ എത്തിക്കഴിഞ്ഞു. വീടുകളിൽ കരിങ്കോഴി വളർത്തൽ വ്യാപകമാകുന്നു. ഒരു അലങ്കാര പക്ഷി എന്ന നിലയിൽ വളർത്താൻ തുടങ്ങിയ ഇവയുടെ ഔഷധ ഗുണങ്ങളാണ് ഇപ്പോൾ കരിങ്കോഴികളെ പ്രിയങ്കരമാക്കുന്നത്. കറുത്ത നിറമുള്ള ഇറച്ചിയും എല്ലുകളും തൊലിയുമുള്ള കോഴിവർഗ്ഗങ്ങളാണ് കരിങ്കോഴികൾ എന്നറിയപ്പെടുന്നത്. മറ്റു കോഴികളെപ്പോലെ ഗ്യാലസ് ഡൊമസ്റ്റിക്കസ് കുടുംബത്തിൽപ്പെടുന്നവയാണ് ഇവയും. ഏത് കാലാവസ്ഥയിലും ഇണങ്ങി ജീവിക്കുന്നവയാണിവ. ഒരു അലങ്കാര പക്ഷിയായിട്ടാണ് വളർത്താൻ തുടങ്ങിയതെങ്കിലും ഇന്ന് ഇവയുടെ ഔഷധഗുണം തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. ഇവയുടെ ഇറച്ചി ലൈംഗികാസക്തി കൂട്ടുന്നുവെന്ന് മാത്രമല്ല, ഹൃദയാഘാതം കുറയ്ക്കുകയും ചെയ്യുന്നു. ഗർഭം അലസാതിരിക്കാനും നാഡീ തളർച്ച വരാതിരിക്കാനും ഇവയുടെ ഇറച്ചിയും മുട്ടയും കഴിക്കുന്നത് നല്ലതാണ്. ചൈനയിലാകട്ടെ സ്ത്രീകൾ പ്രസവിച്ചാൽ ഊർജ്ജവും ഉണർവും കിട്ടാൻ ഇതിനെ ഉപയോഗപ്പെടുത്താറുണ്ട്. മുട്ടയും ഇറച്ചിയും ആസ്മ, വൃക്കരോഗങ്ങൾ, തലവേദന, വന്ധ്യത എന്നിവയ്ക്കൊക്കെ പ്രതിരോധ മാർഗമായി ഉപയോഗിക്കുന്നവയുമാണ്. ഇവയുടെ ഇറച്ചിയിൽ 25% പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതായാണ് പറയുന്നത്. കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് C. കൃഷ്ണൻ MLA അറിയിച്ചു. സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്കൂളിന് അടിസ്ഥാന സൗകര്യങ്ങൾ അനുവദിക്കുക. കേരള വിദ്യാഭ്യാസ രംഗത്തെ അന്താരാഷ്ട്ര തലത്തിലെത്തിക്കുവാൻ വേണ്ടി LDF സർക്കാർ വിഭാവനം ചെയ്ത പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി 2016-2017 വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച സ്കൂളുകൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കൽ പദ്ധതിയിൽ കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ഉൾപ്പെടുത്തുമെന്നാണ് MLA അറിയിച്ചിരിക്കുന്നത്. അരനൂറ്റാണ്ടിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള സ്കൂൾ വിജയശതമാനത്തിലും പഠന നിലവാരത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലുമെല്ലാം മികച്ച നിലവാരം പുലർത്തുന്നുണ്ട്. സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങളുടെ സമഗ്ര വികസനത്തിനായി ഏകദേശം 10 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ രൂപീകരിക്കും. ഇതിൽ 5 കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്ന് നൽകും. ബാക്കി തുക സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തും. ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആകർഷകമായ ഡിസൈനോടുകൂടിയാണ് പ്ലാൻ തയ്യാറാക്കുന്നത്. തൃക്കരിപ്പൂർ ജനകീയ പാലിയേറ്റീവ് കമ്മിറ്റി സ്വരൂപിച്ച പാലിയേറ്റീവ് കെയർ ഉപകരണങ്ങൾ ഔദ്യോഗിക പാലിയേറ്റീവ് കമ്മിറ്റിക്ക് കൈമാറുന്ന ചടങ്ങ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് കോമ്പൗണ്ടിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ഫൗസിയ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂരിൽ ഉടുമ്പൻതല മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഹാസ് നേതൃത്വം നൽകുന്ന ഔദ്യോഗിക പാലിയേറ്റീവ് കമ്മിറ്റിയെ കൂടാതെ പഞ്ചായത്ത് തലത്തിൽ രൂപീകരിച്ച ജനകീയ പാലിയേറ്റീവ്, തൃക്കരിപ്പൂർ പാലിയേറ്റീവ് എന്നിങ്ങനെ 3 കമ്മിറ്റികളാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇതുകാരണം പാലിയേറ്റീവ് ഉപകരണങ്ങൾ സ്വരൂപിക്കുന്നതിലും ഫണ്ട് ശേഖരിക്കുന്നതിലും വന്ന അവ്യക്തത കാരണം ഇക്കാര്യം 3 ഘടകങ്ങളിലെയും പ്രവർത്തകർ പഞ്ചായത്തിൽ വെച്ച് കഴിഞ്ഞ ദിവസം ചർച്ചയെ തുടർന്നാണ് ഗവൺമെൻറ് ഡോക്ടർ നേതൃത്വം നൽകുന്ന ഔദ്യോഗിക പാലിയേറ്റീവിന് സ്വരൂപിച്ച സാമഗ്രികൾ കൈമാറാൻ തീരുമാനിച്ചത്. കൈമാറ്റ ചടങ്ങ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VP ഫൗസിയ ഉദ്ഘാടനം ചെയ്തു. ജനകീയ പാലിയേറ്റീവ് ചെയർമാൻ VK ബാവയിൽ നിന്നും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഹാസ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N. സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ C. രവി, EV ദാമോദരൻ, തമ്പാൻ, K. ശശി, ജിതേന്ദ്രൻ, C. ദാവൂദ്, M. രാമചന്ദ്രൻ, M. നൂറുലമീൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ജ്യോതിഷ ചക്രവർത്തി VPK പൊതുവാൾ അനുസ്മരണവും പണ്ഡിത സേവാ പുരസ്കാര സമർപ്പണവും പയ്യന്നൂർ ജ്യോതി സദനത്തിൽ നടന്നു. പത്മഭൂഷൺ ഡോക്ടർ VP ധനഞ്ജയൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗണിത ജ്യോതിഷ ചക്രവർത്തി ജ്യോതിർഭൂഷണം പണ്ഡിറ്റ് VPK പൊതുവാളിന്റെ 8ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി
വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്റർ സ്മാരക സമിതിയും ജ്യോതി സദനം ട്രസ്റ്റും സംയുക്തമായാണ് വിപുലമായ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. ചരമദിനമായ ബുധനാഴ്ച വൈകുന്നേരം ജ്യോതി സദനത്തിൽ നടന്ന അനുസ്മരണ പരിപാടി പത്മഭൂഷൺ ഡോക്ടർ VP ധനഞ്ജയൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ പവിത്ര മോതിരം അറിയാത്ത ആളില്ല ലോകത്തിൽ. രണ്ടാമത് പയ്യന്നൂർ ജ്യോതി സദനം. ജ്യോതിഷ ചക്രവർത്തിയായ നമുക്കെല്ലാം എനിക്ക് ഏട്ടനാണ്. അദ്ദേഹത്തെ അറിയാത്തവർ വളരെ ചുരുക്കം വരെ ഉണ്ടാവുള്ളൂ. ജ്യോതിഷ് ശാസ്ത്രം എന്ന് നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നിൽക്കുന്നത് ജ്യോതിഷ് ചക്രവർത്തി VP കുഞ്ഞിക്കണ്ണ പതിവാളാണ്. അപ്പുക്കുട്ടൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സൂര്യകാലടി സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാട് മുഖ്യാതിഥിയായി. എനിക്ക് ഒരപേക്ഷയുള്ളൂ, ക്ഷേത്രാങ്കണങ്ങൾ തന്നെ ഈ സംസ്കാരം, അതായത് അകത്ത് നടക്കുന്ന ജലാന്തം പൂജകളല്ലാതെ അതിനോട് തുല്യമായിട്ടുള്ള സംസ്കാരാദികളായിട്ടുള്ള വിദ്യാഭ്യാസ സംസ്കാരവും ശുശ്രൂഷയും ഇതെല്ലാം തന്നെ അതിൻ്റെതായിട്ടുള്ള അടിസ്ഥാനം വിടാത്ത രീതിയിൽ ആ അങ്കണത്തിൽ നടത്തണം. അതിനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ നൽകണം എന്ന് എൻ്റെ കുറച്ച് തന്ത്രങ്ങളുള്ള ക്ഷേത്രങ്ങളിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. VPK പൊതുവാളിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പണ്ഡിത സേവാ പുരസ്കാരം ചടങ്ങിൽ വാദികലാ വിദഗ്ധൻ PV ശങ്കരൻ മാരാർ ഏറ്റുവാങ്ങി. പ്രശസ്ത എഴുത്തുകാരനും വിമർശകനുമായ കൽപ്പറ്റ നാരായണൻ പുരസ്കാര സമർപ്പണം നടത്തി. TP ഭാസ്കര പൊതുവാൾ അനുസ്മരണ പ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ E ശ്രീധരൻ സ്വാഗതവും സദനം നാരായണൻ നന്ദിയും പറഞ്ഞു. 42 വർഷത്തെ സേവനത്തിനു ശേഷം നെഹ്റു യുവകേന്ദ്രയിൽ നിന്നും വിരമിക്കുന്ന TK ചന്ദ്രശേഖരന് യാത്രയയപ്പ് നൽകി. നെഹ്റു യുവകേന്ദ്ര സോണൽ ഡയറക്ടർ M സദാചാരവേൽ ഉദ്ഘാടനം ചെയ്തു. മലയാളത്തിൽ നന്നായിട്ട് സംസാരിക്കാൻ അറിയാനില്ല, പറ്റുള്ളവരെല്ലാം അറിയാനില്ല. കുറച്ചൊന്ന് സംസാരിക്കാൻ ട്രൈ ചെയ്തു. ഇവിടെ അന്നമയവും പിന്നെ കുഞ്ഞാവോടും പറഞ്ഞ പോലെ നേരിയ കേന്ദ്രത്തിലെ 42 വർഷം ജോലി നോക്കി എന്തോ ഓർഗനൈസേഷൻ 42 വർഷം. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവകേന്ദ്രയുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത നെഹ്റു യുവകേന്ദ്ര സോണൽ ഡയറക്ടർ M സദാചാരവേൽ പറഞ്ഞു. ജില്ലയിലെ യുവജന സംഘടനകളുടെ ക്ഷേമത്തിന് TK ചന്ദ്രശേഖരൻ നടത്തിയ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. നിരവധി യുവജന ക്ലബ്ബുകളെ ദേശീയതലത്തിലേക്ക് ഉയർത്താൻ ചന്ദ്രശേഖരന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു. കണ്ണൂർ നെഹ്റു യുവകേന്ദ്രയ്ക്ക് വേണ്ടി K കുഞ്ഞഹമ്മദ് ഉപഹാരം നൽകി. താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, സൺഫ്ലവർ അഴീക്കൽ എന്നിവർ ഉപഹാരം നൽകി. M അനിൽകുമാർ, ജയശ്രീ K അന്നമ്മ, TK ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പരിയാരം ആയുർവേദ കോളേജ് രജത ജൂബിലി ആഘോഷം സംഘാടക സമിതി ഓഫീസ് തുറന്നു. ഓഫീസിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും TV രാജേഷ് MLA നിർവഹിച്ചു. ആയുർവേദ രംഗത്ത് രാജ്യം ശ്രമിക്കുന്ന വിധത്തിലുള്ള കേരളത്തിന്റെ ആയുർവേദ മേഖലയുടെ വളർച്ചയും പരിണാമവും ഭാവി സാധ്യതകളും ഒക്കെ യഥാർത്ഥത്തിൽ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും ബോധ്യമാകത്തക്ക നിലയിലുള്ള ഒരു എക്സിബിഷൻ ഇതിന്റെ ഭാഗമായി കൂടിയിരിക്കുകയാണ്. രജത ജൂബിലി ആഘോഷങ്ങൾക്കൊരുക്കുന്ന പരിയാരത്തെ ഗവൺമെന്റ് ആയുർവേദ കോളേജ് വികസനത്തിന്റെ പടിവാതിൽക്കലാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ TV രാജേഷ് MLA പറഞ്ഞു. 1992 കണ്ണൂരിന്റെ നഗരത്തിൽ പ്രവർത്തനം ആരംഭിച്ച ആയുർവേദ കോളേജ് പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് വിപുലമായ ക്യാമ്പസിലേക്കും ഭൗതിക സാഹചര്യങ്ങളിലേക്കും എത്തിച്ചേർന്നതെങ്കിലും കുറെ കൂടി ലക്ഷ്യാധിഷ്ഠിതമായ വികസനം ഇനിയും ആവശ്യമുണ്ട്. കൂടുതൽ ബിരുദാനന്തര കോഴ്സുകൾ തുടങ്ങേണ്ടതുണ്ടെന്നും ബിരുദ കോഴ്സിനുള്ള സീറ്റുകൾ വർദ്ധിപ്പിക്കേണ്ടതും പ്രധാനപ്പെട്ടതാണെന്നും ഇതിനായി സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ടെന്നും MLA കൂട്ടിച്ചേർത്തു. ചടങ്ങിന്റെ ഭാഗമായി ജൂബിലി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനവും MLA നിർവഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് EP ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ T രാജൻ, K മോഹനൻ, KP മുരളീധരൻ, MP സുരേന്ദ്രനാഥ്, KP അബ്ദുള്ള എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C ഉഷാകുമാരി സ്വാഗതവും ആശുപത്രി സൂപ്രണ്ട് R ശ്രീകുമാർ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU കരിവെള്ളൂർ യൂണിറ്റിൽ നിന്നും വിരമിക്കുന്ന P ബാലകൃഷ്ണന് യാത്രയയപ്പ് നൽകി. കരിവെള്ളൂർ AV സ്മാരക ഹാളിൽ നടന്ന യാത്രയയപ്പ് CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. 11 വർഷത്തെ സേവനത്തിനു ശേഷം ചുമട്ടുമേഖലയിൽ നിന്നും വിരമിക്കുന്ന കരിവെള്ളൂർ ഡിവിഷനിലെ ചുമട്ടുതൊഴിലാളി P ബാലകൃഷ്ണന് CITU കരിവെള്ളൂർ ഡിവിഷൻ കമ്മിറ്റി നൽകിയ യാത്രയയപ്പ് യോഗം കരിവെള്ളൂർ AV സ്മാരക ഹാളിൽ നടന്നു. CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു.
കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. എം കരുണാകരൻ സ്വാഗതം ആശംസിച്ചു. CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം EP കരുണാകരൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. K നാരായണൻ, MV അപ്പുകുട്ടൻ, P കുഞ്ഞികൃഷ്ണൻ, K മോഹനൻ, KV നാരായണൻ, അപ്യാൽ രാഘവൻ, TP അബ്ദുൾ ജലീൽ, AV മാധവൻ, PV ചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS 18ാം വാർഷികാഘോഷം പിലാത്ര സംഘം ഓഡിറ്റോറിയത്തിൽ നടന്നു. സാമൂഹ്യ പ്രവർത്തക N സുകന്യ മുഖ്യപ്രഭാഷണം നടത്തി. കുടുംബശ്രീ അംഗങ്ങൾക്ക് നടത്തിയ വിവിധ കലാകായിക മത്സരങ്ങളോടെയാണ് വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P പ്രഭാവതി അധ്യക്ഷത വഹിച്ചു. മെമ്പർ സെക്രട്ടറി MV ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്നേഹനിധി വിതരണത്തിന്റെ ഉദ്ഘാടനം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VV പ്രീതയും മുഖ്യപ്രഭാഷണം N സുകന്യയും നിർവഹിച്ചു. വിജയികൾക്കുള്ള സമ്മാനദാനം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് MV ശകുന്തള നിർവഹിച്ചു. P കുഞ്ഞിക്കണ്ണൻ, KP കൃഷ്ണൻ, E വസന്ത, PV വത്സല, AV പ്രകാശൻ, N രാജേഷ്, CM വേണുഗോപാലൻ, PV ബാലകൃഷ്ണൻ, NP സലീന, NV ഷീജ, TV ബിന്ദു തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പയ്യന്നൂർ മേഖലാ കമ്മിറ്റി സംഗമം കണ്ടോത്ത് ശ്രീ കൂർമ്പ കല്യാണ മണ്ഡപത്തിൽ നടന്നു. ചടങ്ങിൽ വെച്ച് സമിതി ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ ധനസമാഹരണത്തിന്റെ ഫണ്ട് ശേഖരണവും നടന്നു. ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്രം സംരക്ഷണ സമിതി പയ്യന്നൂർ മേഖലാ കമ്മിറ്റി സംഗമം കണ്ടോത്ത് ശ്രീ കൂർമ്പ കല്യാണ മണ്ഡപത്തിൽ നടന്നു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സജീവ് മറോളി ഉദ്ഘാടനം ചെയ്തു. ഈ വേതനം മതിയായ വേതനമല്ല എന്ന് തിരിച്ചറിയുന്ന എല്ലാവരും മലബാർ ദേവസ്വം ബോർഡ് തന്നെ ഞാൻ പ്രസിഡന്റായി ചുമതലയെടുത്തപ്പോൾ ആചാരസ്ഥാനികരുടെ വേതനം വർദ്ധിപ്പിക്കണം, അത് ഏറ്റവും ചുരുങ്ങിയത് 1500 രൂപയെങ്കിലും പ്രതിമാസം നൽകാൻ കഴിയുന്ന രൂപത്തിലേക്ക് ആചാരസ്ഥാനികരുടെയും കോലധാരികളുടെയും ഇപ്പോഴുള്ള വേതനം മാസം 3000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സമിതിയുടെ ആസ്ഥാന മന്ദിരം നിർമ്മാണത്തിനാവശ്യമായ ഫണ്ട് ശേഖരണോദ്ഘാടനം ഉത്തര മലബാർ തീയ സമുദായ സമിതി പ്രസിഡന്റ് നിർവഹിച്ചു. യോഗത്തിൽ U പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. സുരേഷ് ബാബു, കുഞ്ഞിരാമൻ, NV നാരായണൻ, കണ്ണൻകുഞ്ഞി എന്നിവർ പ്രസംഗിച്ചു. തൃക്കരിപ്പൂർ പെന്റ് ഇന്റർനാഷണലിന്റെ ഓഫീസ് ഉദ്ഘാടനവും മെമ്പർഷിപ്പ് വിതരണവും നടന്നു. അബ്ദുൽ ഖാദർ ഹാജി മലേഷ്യ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓഫീസ് ഉദ്ഘാടനത്തിനെത്തിയ വിശിഷ്ടാതിഥികളെ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് ക്ലബ്ബ് പ്രവർത്തകർ വേദിയിലേക്ക് സ്വീകരിച്ചാനയിച്ചത്. തുടർന്ന് നടന്ന ചടങ്ങിൽ മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം MTP മുഹമ്മദ് കുഞ്ഞി ഹാജിയും ജേഴ്സിയുടെ പ്രകാശനം ക്ലബ്ബ് ക്യാപ്റ്റൻ അജ്സലിന് നൽകി. C ദാവൂദ് നിർവഹിച്ചു. NKP അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു. TP ഷാഹുൽ ഹമീദ്, MTP മുഹമ്മദ് കുഞ്ഞി, എഞ്ചിനീയർ മുത്തലിബ്, KM ഷാഹു, UP ഷംഷു, KV ഗോപാലൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ജുനൈദ് VN നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. വരയിൽ തറവാട് കുടുംബസംഗമം നെരുവമ്പ്രത്ത് നടന്നു. VN എരിപുരം മുഖ്യപ്രഭാഷണം നടത്തി. വരയിൽ തറവാട് കുടുംബസംഗമം നെരുവമ്പ്രത്ത് നടന്നു. VN എരിപുരം മുഖ്യപ്രഭാഷണം നടത്തി. വരയിൽ കരുണാകരൻ, വരയിൽ രാഘവൻ, V ബാലകൃഷ്ണൻ, V രാജൻ, ഹരിദാസ് പരിയാരം, V നാരായണൻ, ലക്ഷ്മണൻ പരിയാരം, V ഭാസ്കരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന്റെ അവസാന വാക്ക് KVDS. KVDSന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്. മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം. KVDS കളർ ഹൗസ് നടക്കാവ്.
ശബരിമല സ്ത്രീകളുടെ പ്രവേശനം വീണ്ടും വിവാദമാകുന്നു. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. ക്ഷേത്രങ്ങളിൽ സ്ത്രീകളെ കയറ്റുന്നത് ശരിയില്ല. സ്ത്രീകൾക്ക് ഗുരുസ്ഥാനമായാൽ കയറ്റുന്നത് ശരിയില്ല. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കരുതെന്നതിൽ ആ കണക്ക് വെച്ചത്. ായ സ്ത്രീകൾ പ്രവേശിച്ചാൽ അവിടെ മറ്റ് ഇന്നില്ലേ ആരാധന രൂപത്തിൽ നടക്കില്ല. പ്രായപൂർത്തിയായ സ്ത്രീകളെ പോലെയല്ല ചെറുപ്പക്കാർത്തിയായ സ്ത്രീകൾ പോയാലുണ്ടാവുന്ന സംഗതികൾ. അതുകൊണ്ട് പരമാവധി അവരെ ഇക്കാര്യത്തിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. സ്ത്രീകൾക്ക് കയറാൻ പാടില്ല എന്ന് ശബരിമലയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. സ്ത്രീകൾക്ക് കയറാം. നിശ്ചിത പ്രായപരിധിയിലുള്ള ആളുകൾ മാത്രം വ്രതം ശുദ്ധി വരുത്താൻ സാധിക്കാത്തത് കൊണ്ട് കയറാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും നിയമം കൊണ്ട് ഇതിനെ ഇല്ലാതാക്കാമെന്നോ അല്ലെങ്കിൽ ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറ്റാമെന്നും ആരെങ്കിലും ധരിച്ചാൽ ഇവിടുത്തെ സ്ത്രീകളടക്കമുള്ള ഭക്തജന സമൂഹം അതിനെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിരോധിക്കും, അതിനെ നേരിടും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ആചാരത്തിൻ്റെ ഭാഗമായിട്ട് അത് സ്ത്രീ കയറാൻ പാടില്ല എന്നല്ലേ അതിന് നമ്മളായിട്ടിപ്പം ഇതാക്കുക. അല്ല, അത് വിരുദ്ധം തന്നെ, നല്ലതല്ല, ആചാരം ശരിയല്ലാന്ന് നമ്മൾ വർഷങ്ങളായി നിന്നു പോരുന്ന ഒരു വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം വേണം എന്ന് പറയുന്നതിൽ ഗൂഢമായ ഒരു ലക്ഷ്യമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്ത്രീകൾ എന്ന് പറയുന്നത് നമ്മുടെ സഹോദരി അല്ലെങ്കിൽ പെറ്റമ്മയാണെങ്കിൽ പോലും നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഈ പ്രവണത മാറ്റിമറിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടും ഭൂഷണമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പോകേണ്ട അവസരം ഉണ്ടല്ലോ, ആ വയസ്സിന് പോയാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നവർക്കും ഇത്രയും കൊല്ലം നടന്നു അതുവരെ നടന്നാൽ മതി. എന്നാൽ തിരക്കാഴ്ചയില്ല. എല്ലാവരും ഭക്തന്മാരാണ്. എന്തെങ്കിലും ആടിപ്പം ദേവസ്വം ബോർഡ് പറഞ്ഞിട്ട് 55 വയസ്സ് കഴിഞ്ഞാൽ പോകാലോ നമുക്കെപ്പോൾ. അതിൽ യോജിക്കുന്ന ഒരു അയ്യപ്പ ഭക്തനാണ് ഞാൻ. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനത്തിന്റെ അവസാന വാക്ക് KVDS-ന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്. മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം. KVDS കളർ ഹൗസ് നടക്കാവ്. അറിയിപ്പുകൾ. 2017 ജനുവരി 7 മുതൽ 12 വരെ നടക്കുന്ന കരിവെള്ളൂർ ശ്രീ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന്റെ സുപ്രധാന ചടങ്ങായ കളിയാട്ടമേൽപ്പിക്കൽ ഡിസംബർ 1 വ്യാഴാഴ്ച രാവിലെ 11:40 12:30 ഇടയിൽ നടക്കും. കരിവെള്ളൂർ സമരം 70-ാം വാർഷികാഘോഷങ്ങൾക്ക് ഡിസംബർ 1 വ്യാഴാഴ്ച തുടക്കമാകും. എരവം ശ്രീ പുലിയൂരുകാളി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഡിസംബർ 6 മുതൽ 9 വരെ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ മിനി സിവിൽ സ്റ്റേഷന് ശാപമോക്ഷമാകുന്നു. ഓഫീസുകൾ പ്രവർത്തനം ആരംഭിച്ചു. പയ്യന്നൂർ ഉപജില്ലാ കലോത്സവം 2ാം ദിനം നൃത്ത മത്സരങ്ങൾ അരങ്ങു തകർത്തു. ഉദ്ഘാടനം കരിവെള്ളൂർ മുരളി നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് ഇനി സ്വസ്ഥമായി യാത്ര ചെയ്യാം. പരിയാരം അലക്യം സ്റ്റോപ്പിൽ നിന്ന് വിദ്യാർത്ഥികളെ കയറ്റാത്ത സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കാൻ ബാലാവകാശ കമ്മീഷൻ ഉത്തരവായി. വ്യാഴാഴ്ച ശമ്പള ദിനം. ആശങ്കയോടെ ബാങ്ക് ജീവനക്കാർ. ശമ്പള വിതരണത്തിനായി കൂടുതൽ തുക അനുവദിക്കാൻ ബാങ്കുകൾ റിസർവ് ബാങ്കിനോട് ആവശ്യപ്പെട്ടു. രാമപുരം പാലം കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയായി. KSTP പദ്ധതിയുടെ ഭാഗമായി 4 കോടി രൂപ ചെലവിലാണ് പാലം നിർമ്മിക്കുന്നത്. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.